ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വന്നാലോ? എനിക്ക് ബീഫ് വാങ്ങിക്കണം, പിന്നെ 2-3 ചെടിച്ചട്ടി വാങ്ങിക്കണം. ചെടി എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ്. പക്ഷേ ഫസ്റ്റ് ഹെൽമെറ്റ് എടുക്കണം. ഹെൽമെറ്റ് മുഖ്യമെങ്കിലേ നമുക്ക് പോയിട്ട് വരാം. കമോൺ ഗൈസ്. അതാ, അപ്പോൾ ഹെൽമെറ്റ് വെച്ചു, സൺഗ്ലാസ് വെച്ചു, പോയിട്ട് വരാം. കമോൺ. ഫസ്റ്റ് നമ്മൾ എൻ്റർ ആവുന്ന ഇടത്ത് അവരൊരു ബൊഗെയിൻ വില്ല, എന്നെ അട്രാക്ട് ചെയ്യാൻ ബൊഗെയിൻ വില്ല ഫാൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അത് അവരോട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റോസൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് റോസിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഉള്ളിലോട്ട് വന്നു. വേറെ ചെടി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള തിരച്ചിലാണ്. കുറേ ലീഫി പ്ലാന്റ്സ് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു, ഇൻഡോർ പ്ലാന്റ്സും അങ്ങനെ കുറേയൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ സംഭവം ഇവർ അറേഞ്ച്മെൻറ്റ്സ് ഇല്ല, എല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ ചെടിയുടെ ഭംഗി നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയാതെ പോകുന്നത്. ഇത് വൈറ്റ് റോസാണ്. പിന്നെ എന്താ, കുറേ ചെടികളുണ്ട്. ഇതിൻ്റെ ഒന്നും എനിക്ക് പേരറിയില്ല. ഈ ചെടികളുടെയൊക്കെ പേര് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിയില്ല ചെടി എന്താണെന്ന് സംഭവം എന്ന്. കുറേ ചെടികൾ ഇരിപ്പുണ്ട്. പിന്നെ അങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കുന്നു. എന്തെങ്കിലും കണ്ണിൽ അട്രാക്റ്റീവായിട്ട് തോന്നിയാൽ എടുക്കാം, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ. ഇത് ഫുള്ള് ബൊഗെയിൻ വില്ലയുടെ ആണ്. ഈ കാണുന്ന ചെടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവിടെ കണ്ടതിൽ വെച്ചിട്ട് നല്ല ഒരു കളറാണ് അതിൻ്റെ. മൊത്തത്തിൽ പൂവില്ലാന്ന് തോന്നുന്നു. ഇത് ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പേരൊക്കെ അറിയാമെന്നുള്ളവർ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നല്ല രസമാണ്, പക്ഷെ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ചെടി. പിന്നെ ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ളും മരങ്ങളും ഇച്ചിരി വലിയ ചെടികളുടെ ഒരിതാണ്. ഈ യെല്ലോ കളർ ജമന്തി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോൾ അതില്ല. അപ്പോൾ അങ്ങനെ അതൊരെണ്ണം എടുത്തു. പിന്നെ ഈ റോസ് ഞാൻ ഒരെണ്ണം എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു റോസും വാങ്ങി, പിന്നെ യെല്ലോ ജമന്തിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.